7-ാം തീയതി. അനേകായിരം മാലാഖമാരിൽ വെച്ച് ഒരുവൻ മനുഷ്യനു വേണ്ടി മധ്യസ്ഥം പറയുകയും അവൻ്റെ നെറിവിനെ അറിയിക്കുകയും ചെയ്യുമെങ്കിൽ ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കുകയും അവനെ ക്ഷയത്തിൽ നിന്ന് രക്ഷിക്ക എന്ന് അരുളി ചെയ്യുകയും ചെയ്യും. ധ്യാനം. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലമെല്ലാം ദൈവത്തിൻ്റെ അറുതിയില്ലാത്ത മഹത്വമുള്ള ന്യായാസനത്തിൻ പക്കൽ അവനെ സഹായിക്കുന്നതിനും ആദരിക്കുന്നതിനും തക്ക മധ്യസ്ഥന്മാരും വക്കീലന്മാരും ഉണ്ടായിരിക്കേണ്ടത് അവന് ആവശ്യമാണ്. എന്നാൽ കാവൽ മാലാഖ എത്രയും നല്ലൊരു മധ്യസ്ഥനും വക്കീലുമാകുന്നു. അയാൾ അതിയായ താല്പര്യത്തോടും ഉണർച്ചയുള്ള ശുഷ്കാന്തിയോടും കൂടെ നിനക്ക് നന്മ ചെയ്യുവാനായി എല്ലായ്പ്പോഴും എല്ലായിടത്തും നിന്റെ കൂടെ സഞ്ചരിക്കുകയും ദൈവത്തിൻ്റെ അളവറ്റ കൃപാസനത്തിങ്കൽ നിന്റെ ആശ്വാസാദികളെ ബോധിപ്പിക്കുകയും അങ്ങേ പക്കൽ നിന്ന് നിനക്ക് വേണ്ട വരപ്രസാദങ്ങളും അനുഗ്രഹങ്ങളും പാപപ്പൊറുതിയും എളുപ്പത്തിൽ ലഭിച്ചു തരുന്നതിന് നിന്റെ ആഗ്രഹങ്ങളെയും നെടുവീർപ്പുകളെയും അപേക്ഷകളെയും കണ്ണുനീരുകളെയും അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. മാലാഖയുടെ മധ്യസ്ഥം ഏറ്റവും ശക്തിയുള്ളതാണെന്ന് നമ്മെ ഗ്രഹിപ്പിക്കുന്നതിനായി വിശുദ്ധ യോബ് നിവ്യ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: മനുഷ്യൻ്റെ ജീവിതം മരണത്തിൻ്റെ പടുവാതുക്കൽ എത്തിയിരിക്കുന്നു. എന്നാൽ അനേകായിരം മാലാഖമാരിൽ വെച്ച് ഒരു മാലാഖ മനുഷ്യന് വേണ്ടി മധ്യസ്ഥം പറയുകയും അവൻ്റെ നെറിവിനെ അറിയിക്കുകയും ചെയ്യുമെങ്കിൽ ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കുകയും അവനെ ക്ഷയത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന് അരുളി ചെയ്യുകയും ചെയ്യും. അപ്പോഴോ നമ്മുടെ കാവൽ മാലാഖ എത്രയും ശുഷ്കാന്തിയും സ്നേഹവുമുള്ള ഒരു വക്കീലായിരിക്കുന്നു. അങ്ങ് നമ്മുടെ കാര്യങ്ങളിൽ എത്രയോ ശ്രദ്ധയുള്ളവനായിരിക്കുകയും അനുഗ്രഹങ്ങളുടെ പിതാവായ ദൈവത്തിൻ്റെ പക്കൽ നമ്മുടെ ആവശ്യങ്ങളെയും സങ്കടങ്ങളെയും എത്ര ശുഷ്കാന്തിയോടെ ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോഴോ ക്രിസ്ത്യാനിയെ മാലാഖയുടെ മധ്യസ്ഥം എന്നുള്ള എത്രയും ആശ്വാസകരമായ പരമരഹസ്യത്തെപ്പറ്റി ദൈവത്തിന് എത്രയോ സ്തോത്രം ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു മോക്ഷാരൂപിയുടെ സ്നേഹം നിറഞ്ഞ മധ്യസ്ഥതയിൽ നമ്മുടെ സ്നേഹം മുഴുവനും നമുക്ക് വയ്ക്കുവാൻ കഴിയുന്നത് എത്രമാത്രം മനോഹരവും ആശ്വാസകരവുമായ ഒരു സത്യമാകുന്നു. എന്നാൽ എത്രയോ പ്രാവശ്യം ഈ മാലാഖയുടെ ശുശ്രൂഷയെ നീ പ്രയോജനമറ്റതാക്കി തീർത്തിട്ടുണ്ട്. താൻ നിന്റെ നന്മയ്ക്കായി ദൈവത്തിൻ്റെ പക്കൽ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ദൈവ തിരുമനസ് നിന്റെ മേൽ ഉണ്ടാകുന്നതിനായി നീ ചെയ്യേണ്ടത് ഇന്നതെന്ന് നിന്റെ ഉള്ളിൽ പലപ്പോഴും തോന്നിക്കുകയും ചെയ്യുന്നു. എന്നാൽ നീ അതൊന്നും വകവയ്ക്കാതെയും മനസ്സ് തിരിഞ്ഞ് ദൈവേഷ്ടപ്രസാദം കൈക്കൊള്ളുന്നതിന് നിന്നോട് ഉപദേശിക്കുന്ന അങ്ങേ ഉപദേശങ്ങളെ ശ്രദ്ധിക്കാതെയും ഇരിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ കരുണ നിന്റെ മേൽ എങ്ങനെയുണ്ടാകും? ഇപ്പോഴെങ്കിലും നിന്റെ ഉള്ളിലേക്ക് നീ പ്രവേശിച്ച് നിന്റെ പരിശുദ്ധ മാലാഖ നിന്റെ കാര്യത്തിൽ എത്രയോ വലിയ താല്പര്യം ചെയ്യുന്നു എന്നും നീ അതിനെത്രയോ വിരോധമായി നടക്കുന്നു എന്നും ചിന്തിച്ചു നോക്കുക. നിന്റെ വശത്തുള്ള ഇത്ര വ്യസനകരമായ ഉദാസീനതയെക്കുറിച്ച് നീ തന്നെ ലജ്ജിച്ച് എളിമപ്പെട്ട് ദൈവത്തോട് പൊറുതി അപേക്ഷിക്കുകയും നിന്റെ പാപത്തിൽ നിന്നെ കൈവിടാതിരിപ്പാൻ നിന്റെ മധ്യസ്ഥനായ കാവൽ മാലാഖയുടെ നാമത്തിൽ അങ്ങയോട് കണ്ണുനീർ ചിന്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൃഷ്ടാന്തം. കർത്താജിന പട്ടണത്തിൽ ഒരു പടയാളി മരിച്ച് അടക്കം ചെയ്യപ്പെട്ടിട്ട് 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ശവക്കുഴിയിൽ നിന്ന് എൻ്റെ മേൽ ദയവായിരിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതായ ഒരു ഭയങ്കര ശബ്ദം കേൾക്കുകയുണ്ടായി. ഉടനെ ആളുകൾ ഓടിക്കൂടി കുഴിമാടം തുറന്നു നോക്കിയപ്പോൾ അല്പം മുമ്പ് അവിടെ അടക്കം ചെയ്യപ്പെട്ടിരുന്ന പടയാളി ജീവനോടുകൂടി ഇരിക്കുന്നതായി കണ്ടു. അവർ അവനെ കുഴിയിൽ നിന്ന് കയറ്റി. അപ്പോൾ ദൈവത്തിൻ്റെ മഹാ ഇഷ്ടനും വിശ്വസ്ത ശുശ്രൂഷയുമായി സകലരാലും മതിക്കപ്പെട്ടിരുന്ന ആ പട്ടണത്തിലെ മെത്രാനായിരുന്ന തലാസിയോസ് എന്ന അദ്ദേഹത്തിൻ്റെ പക്കൽ തന്നെ എടുത്തുകൊണ്ടു പോകണമെന്ന് അവൻ അവരോട് അപേക്ഷിച്ചു. അപ്രകാരം അവർ അവനെ ആ വിശുദ്ധ മെത്രാൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. അപ്പോൾ അദ്ദേഹം അവനോട് അവൻ്റെ മരണശേഷം ആത്മാവിന് സംഭവിച്ചത് എന്തെല്ലാമായിരുന്നു എന്ന് ചോദിച്ചത് പ്രകാരം അവൻ വളരെ നേരം നെടുവീർപ്പിട്ട് പ്രലപിച്ചതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു: എൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞ ഉടനെ ഏതാനും ആളുകൾ കറുത്തിരുണ്ട് ഭയങ്കരമായ ഭാഷയിൽ എൻ്റെ മുൻപാകെ കാണപ്പെട്ടു. അതേസമയം തന്നെ കാഴ്ചയ്ക്ക് വളരെ മനോഹരവും സൗന്ദര്യവുമുള്ള 2 യുവാക്കൾ പ്രത്യക്ഷരായി അവരുടെ കൈകളിൽ എന്നെ എടുത്തുകൊണ്ട് ആകാശത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. വഴിമധ്യേ വളരെ കാവൽക്കാർ ഞങ്ങൾക്ക് എതിരായി വന്നു. അവർ ചുറ്റി നടന്നു. അതിലെ കടന്നു പോകുന്ന ആത്മാവുകളെ ഇടയ്ക്ക് വെച്ച് തടഞ്ഞ് അവരുടെ പേര് എഴുതിയെടുക്കുക ചട്ടമായിരുന്നു. ഈ കാവൽക്കാർ പിശാചുക്കളായിരുന്നു. എൻ്റെ ജീവിതകാലത്തിലെ കടങ്ങളൊക്കെയും എഴുതിയിരുന്ന ഒരു വലിയ കണക്ക് പുസ്തകം അവരുടെ കൈവശമുണ്ടായിരുന്നു. അതിൽ നിന്ന്
എൻ്റെ പാപദുർഗുണങ്ങളെയെല്ലാം ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞുകൊണ്ട് എൻ്റെ പേരിൽ കുറ്റം ചുമത്തുവാൻ തുടങ്ങുകയും അവയ്ക്ക് എല്ലാത്തിനും ഞാൻ പൂർണ്ണ പരിഹാരം ചെയ്യേണ്ടതാണെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ യുവാക്കളുടെ ഭാഷയിൽ കാണപ്പെട്ട വിശുദ്ധ മാലാഖമാർ എൻ്റെ ജീവിതകാലത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന പുണ്യപ്രവൃത്തികളെ ഒക്കെയും ഒരു ചെപ്പിൽ നിന്നെടുത്തു എൻ്റെ ഓരോരോ കടങ്ങൾക്കും എതിരായി കാണിച്ചു കൊടുത്തു. എങ്കിലും കടങ്ങളുടെ സംഖ്യ എൻ്റെ പുണ്യപ്രവൃത്തികളുടെയും തപക്രിയകളുടെയും സംഖ്യയേക്കാൾ തുലോം അധികമായിരുന്നു. അതിനാൽ ആ നരക സേവകന്മാർ എന്നെ ഒരു ഭയങ്കരമായ കാരാഗൃഹത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ടു. അവിടെ വെച്ച് എൻ്റെ ശക്തിയൊക്കെയോടും കൂടെ നിലവിളിച്ചുകൊണ്ട് എൻ്റെ മധ്യസ്ഥന്മാരായ കാവൽമാലാഖമാരെ സഹായത്തിന് വിളിക്കുകയും അവർ എനിക്ക് വീണ്ടും ആയുസ് ലഭിച്ചു തരുന്നതാകിയാൽ എൻ്റെ പാപകടങ്ങളെ തപക്രിയകൾ മൂലം പരിഹരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത് തൽസാധ്യത്തിനായി അവരോട് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ രണ്ട് മാലാഖമാരും പരസ്പരം നോക്കി. അവർ പറയുന്ന ഈ വാക്ക് നിറവേറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് ഒരു മാലാഖയും, ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അവൻ നിശ്ചയമായി അപ്രകാരം ചെയ്യുമെന്ന് മറ്റേ മാലാഖയും പറഞ്ഞു. അതിൻ്റെ ശേഷം രണ്ടുപേരും കൂടെ എന്നെ കാരാഗ്രഹത്തിൽ നിന്നും രക്ഷിച്ചു. കബറിടത്തെങ്കിൽ ഇറങ്ങി വീണ്ടും എൻ്റെ ശിരസിൽ പ്രവേശിക്കുന്നതിന് എന്നോട് കൽപ്പിക്കുകയും ചെയ്തു. എൻ്റെ മൃതശരീരത്തിൽ അപ്പോൾ ഉണ്ടായിരുന്ന മലിനതയും അവലക്ഷണവും നിമിത്തം എനിക്ക് കുറെ വെറുപ്പുണ്ടായിരുന്നു. എങ്കിലും അവരുടെ കൽപ്പന അനുസരിച്ച് വീണ്ടും ഞാൻ എൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ഓ പരിശുദ്ധ മെത്രാനെ, എൻ്റെ പരിശുദ്ധ മാലാഖമാരുടെ സഹായത്താൽ പ്രായശ്ചിത്തം ചെയ്യുന്നതിനായി ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ വിശുദ്ധ മെത്രാൻ ആ പടയാളിയെ വളരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തു. 40 ദിവസം അവൻ നോമ്പ് നോൽക്കുകയും ഉറക്കൊഴിഞ്ഞിരുന്ന് നമസ്കരിക്കുകയും മറ്റോരോ കഠിന തപക്രിയകൾ അനുഷ്ഠിക്കുകയും ചെയ്ത ശേഷം ഒരു ഭാഗ്യമരണം ലഭിച്ച് മോക്ഷപ്രാപ്തനാവുകയും ചെയ്തു. ജപം. എനിക്ക് ഏറ്റവും പ്രിയമുള്ള മധ്യസ്ഥനായ എൻ്റെ കാവൽമാലാഖിയെ, അങ്ങേക്ക് 10,000 പ്രാവശ്യം സ്തുതിസ്തോത്രം ഉണ്ടായിരിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഏതെങ്കിലും ദൈവസഹായം ലഭിക്കുന്നതിന് എത്രയും അയോഗ്യനാണെങ്കിലും എൻ്റെ നേരെ അങ്ങേക്കുള്ള സ്നേഹവും ദയയും നിമിത്തം എനിക്ക് വേണ്ടുന്ന എല്ലാ ദൈവസഹായങ്ങളും ലഭിച്ചു തരുന്നതിന് അങ്ങിന്ന് ഒരിക്കലും ഉപേക്ഷ വരുത്തുന്നില്ല. നിന്റെ ദയ നിറഞ്ഞ മാധ്യസ്ഥം എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ പണ്ടേ നിർഭാഗ്യാവസ്ഥയിലായേനെ. ദൈവനീതി തൻ്റെ ന്യായമായുള്ള ശിക്ഷകളെ എൻ്റെ മേൽ യാത്രയാക്കുവാൻ ഭാവിച്ചു. അപ്പോഴേക്കും നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവനീതിയുടെ കോപത്തെ ശമിപ്പിക്കുകയും ദൈവാനുഗ്രഹത്തെ എൻ്റെ മേൽ ചായ്ക്കുകയും ചെയ്തു. ആ പരിശുദ്ധനായ മാലാഖയെ, അങ്ങേ മധ്യസ്ഥത്തിൻ്റെ ജോലിയെ ഇനിയും നിറവേറ്റിക്കൊള്ളണമേ. എൻ്റെ മോശമായ ഹൃദയത്തെ മാറ്റി എൻ്റെ പാപജീവിതത്തെ നന്നാക്കി മരണപര്യന്തം ഞാൻ എൻ്റെ ദൈവത്തോട് വിശ്വാസമുള്ളവനായി നന്മയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം കൃപ ചെയ്തരണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നൊന്നുണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ.
ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സുഹൃജപം. കർത്താവിൻ്റെ മാലാഖയെ എൻ്റെ ഹൃദയത്തെ നീ ഭരിച്ച് നടത്തിക്കൊള്ളണമേ. കർത്താവിൻ്റെ മാലാഖയെ എൻ്റെ ഹൃദയത്തെ നീ ഭരിച്ച് നടത്തിക്കൊള്ളണമേ. കർത്താവിൻ്റെ മാലാഖയെ എൻ്റെ ഹൃദയത്തെ നീ ഭരിച്ച് നടത്തിക്കൊള്ളണമേ. സൽക്രിയ. നീ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒക്കെയും കാവൽ മാലാഖയുടെ ആശീർവാദം അപേക്ഷിച്ചുകൊണ്ട് പുറപ്പെടണം. ആമേൻ.